ശങ്കരനാരായണന്റെ കുടുംബത്തെപ്പറ്റി പറഞ്ഞു നടക്കാനും പുച്ഛിക്കാനും ഒരു കാര്യം കൂടിയായി. അതല്ലേ സംഭവിച്ചത്? അങ്ങനെ കരുതിയിട്ടൊന്നും അല്ലല്ലോ അവൻ ചെയ്തത്. ശങ്കര, ശ്രീകാന്ത് ചെയ്തത് തെറ്റ്. പക്ഷേ അതിനവനെ പ്രേരിപ്പിച്ചത് നിന്റെ കൂടെ മനസ്സല്ലേ ശങ്കര? അല്ലെന്ന് നിനക്ക് പറയാൻ പറ്റൂ? ദൈവം ഒരുമിപ്പിച്ചതിനെ അംഗീകരിക്കാൻ നിങ്ങളുടെ മനസ്സുകൾക്കുള്ള മടി, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അത് ഇനിയെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കുക. അച്ഛൻ മുമ്പ് ഇങ്ങനെ ആയിരുന്നോ? അല്ലല്ലോ. അവള് പോയതിനു ശേഷം അച്ഛൻ എത്രമാത്രം മാറിപ്പോയെന്ന് എനിക്കറിയാം. ഈ പുറത്ത് കാണിക്കുന്ന ദേഷ്യവും വാശിയും മാത്രമേ ഉള്ളൂ. രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ അച്ഛൻ ഉണർന്ന് പുറത്തു വന്നിരിക്കുന്നത് ഞാൻ അറിയില്ലെന്ന് കരുതിയോ? ഈ വീട് പഴയതുപോലെ ആകണമെന്നേ എനിക്കുണ്ടായിരുന്നുള്ളൂ അച്ഛൻ. അതിന് പണം കൊടുത്തിട്ടാണെങ്കിൽ അങ്ങനെ, അത്രയും ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അത് തെറ്റാണെങ്കിൽ അച്ഛൻ എന്നോട് പൊറുക്കണം. ഇനി അത്തരം കോംപ്രമൈസുകളൊന്നും വേണ്ട. അമ്മ അരി വാർക്കുകയായിരുന്നു. അതെ, പെട്ടെന്ന് കൈ തട്ടി മറിഞ്ഞു. എന്നിട്ട് ഒരുപാട് പൊള്ളിയോ? ഉപ്പോ ടൂത്ത് പേസ്റ്റ് എടുത്ത് പുരട്ടാൻ നോക്കും. ആദ്യം കുറച്ചു നേരം തണുത്ത വെള്ളം ഒഴിക്കുക വേണ്ടത്, എന്നിട്ട് എന്തും പുരട്ടാവൂ. അമ്മ എന്തിനാ ഇതൊക്കെ ചെയ്യാൻ പോകുന്നേ? ശ്രീജ ചെയ്യില്ലേ? എന്ന് ശ്രീജ തന്നെയല്ലേ ഇതൊക്കെ ചെയ്യുന്നത് വിശ്വം? ശ്രീജയടുത്തേക്ക് തിരക്കാണെങ്കിൽ എന്നോട് പറയാലോ അമ്മേ, ഞാൻ ചെയ്യില്ലേ ഇതൊക്കെ? നന്നായിട്ട് പൊള്ളിയല്ലോ. അമ്മ ചെന്ന് റെസ്റ്റ് എടുത്തോ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെ നോക്കിക്കോളാം. ചെല്ല്. അതെ, ഇപ്പൊ ചെയ്തതിനൊക്കെ നന്ദിയുണ്ട്. പക്ഷെ അടുക്കളയിലെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ വേറെ 2 മരുമക്കളുണ്ട്. ശരി അച്ഛാ. ബന്ധം സ്ഥാപിക്കാൻ ഞാൻ തയ്യാറായിട്ടില്ല. അതിനുശേഷം മതി അച്ഛാന്നുള്ള വിളി. ബന്ധം സ്ഥാപിക്കാതിരിക്കാൻ ഞാനല്ലല്ലോ തടസ്സം മാഷേ. അച്ഛനോട് തർക്കുത്തരം പറയുന്നോ? ഇങ്ങനെ മര്യാദയില്ലെന്നാണോ സംസാരിക്കുന്നത്? അതിന് ഞാൻ എന്ത് മര്യാദകേടാണ് കാണിച്ചത് ഏട്ടത്തി? പിന്നെ മാഷേന്ന് വിളിച്ചതോ? അത് ശരിയാണോ? ശരിയല്ലേ? ആ വിളിയിൽ ബഹുമാനം ഇല്ലെന്നാണോ ഏട്ടത്തി വിചാരിച്ചിരിക്കുന്നത്? എങ്കിൽ കഷ്ടമായിപ്പോയി. ആയിരക്കണക്കിന് കുട്ടികളെ വിദ്യ അഭ്യസിപ്പിച്ച ഒരാളെ മാഷേന്നൊരാൾ വിളിക്കുന്നത് തെറ്റാണെന്നാണോ നന്ദിനിയുടെ അഭിപ്രായം? അനുഗ്രഹം കിട്ടിയവർക്ക് അധ്യാപകരാകാൻ കഴിയും. അധ്യാപകൻ എന്നാൽ ഗുരു. ഗുരുവിന്റെ സഹജഭാവം കരുണയാണ്, എല്ലാവരോടുള്ള മമതയാണ്. തന്റെ ശിഷ്യർ തന്നേക്കാൾ ഉയരത്തിൽ എത്തണമെന്നുള്ള നിസ്വാർത്ഥതയാണ്. അങ്ങനെ അല്ലെങ്കിൽ മാഷ് പറയട്ടെ. ഒരു വീട് നന്നാക്കാനും നശിപ്പിക്കാനും നമ്മളെ പെണ്ണുങ്ങൾ വിചാരിച്ചാ പറ്റും അല്ലേ നന്ദിനി? വേദ ഇപ്പൊ എങ്ങനെയുണ്ട്? അത് പറയാതിരിക്കുക ഭേദം. ഓരോ ദിവസം കഴിയും തോറും അവളുടെ മുപ്പ് കൂടി കൂടി വരുക. എന്തിനും തർക്കുത്തരം. ചില സമയത്ത് എന്നെ ഭരിക്കുന്നു വരെ എനിക്ക് തോന്നും. അത് ശരിയാ, മഹാലക്ഷ്മി പോലെ ഇരിക്കുന്നു തോന്നും. പക്ഷെ ഇടഞ്ഞാൻ അവൾ ഉറപ്പായിട്ടും ഭദ്രാളിയാവും. എന്നാ പിന്നെ സംഗതി എളുപ്പമായില്ലേ? എന്തെങ്കിലും പറഞ്ഞ് അവളെ ചൂട് പിടിപ്പിക്കണം. അവളെന്തെങ്കിലും പറയുമ്പോ
ആദ്യം പിടിച്ചു കയറണം. വീട്ടിലെന്നും വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് വേദയാണെന്ന് വരുത്തി തീർക്കണം. അത് കൊള്ളാം. അങ്ങനെ അവിടെ അവൾക്ക് നിൽക്കാൻ പറ്റാതാവണം. എന്തേ? അല്ല, എന്താ ഒരു ആലോചന? അല്ല, ഇങ്ങനൊരു പ്ലാനിങ്ങോട് കൂടിയാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നതെന്ന് അച്ഛനെങ്ങാനും അറിഞ്ഞാൽ ആദ്യം പുറത്താവുന്നത് ഞങ്ങളായിരിക്കും. അതറിയാതെ നോക്കുന്നതല്ല നിങ്ങളുടെ മിടുക്ക്, മനസ്സിലായോ? മാത്രമല്ല, നിങ്ങളുടെ അച്ഛനും അമ്മയും കൂടി അവളെ അവിടുന്ന് പറഞ്ഞയക്കുകയും വേണം. ആ ജോലിയാണ് നന്ദിനി ഞങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്. ഇതല്പ റിസ്ക് ഉള്ള പണിയാ. അതുകൊണ്ട് തന്നെ പ്രതിഫലവും കൂടും പോരെ. കഴിഞ്ഞ തവണ എന്നെ എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. അവസാനം ഗോവൻ ട്രിപ്പ് പോലും പൊളിഞ്ഞ് വെണ്ണീറായി പോയില്ലേ? അതെ, ഈ കയ്യിലൊരു വളയിടാൻ എടുത്തു തരാന്ന് വിനേട്ടൻ പറഞ്ഞതാ, ഒന്നും നടന്നില്ല. നന്ദിനിക്കൊരു വളയല്ലേ, അതത്ര വലിയ കാര്യമൊന്നുമല്ല. ഞങ്ങളെ പോലുള്ളവർക്ക് അതൊരു വലിയ കാര്യം തന്നെയാണേ. ദാ, തൽക്കാലം ഈ വള വെച്ചോ. വാങ്ങിക്കൊള്ളൂ. ഏൽപ്പിക്കുന്ന പണിക്കുള്ള അഡ്വാൻസ് ആയി കൂട്ടിയാ മതി. എന്നാ ഇങ്ങതാ കാര്യങ്ങളൊക്കെ ശരിക്കും നടന്നു കിട്ടിയാ ഞങ്ങൾ പറയുന്നത് കൃത്യമായിട്ട് പാലിച്ചിരിക്കും. അമ്മ ഇത് വെച്ചോ. എന്താ ഇത്? കുറച്ച് രൂപയാ. ഇരുന്നുണ്ണാൻ ആള് കൂടുമ്പോ കലവറ നിറയ്ക്കാൻ കാശ് തന്നെ വേണ്ടേ? എന്തൊക്കെയാടാ നീ പറയുന്നേ? അമ്മ കേട്ടിട്ടില്ലേ? ഞാൻ പറയാറുള്ളതല്ല, അച്ഛന്റെ വാചകമാ. നീ ഇതുവരെ എവിടെയായിരുന്നു? ശ്രീനി സാറിന്റെ അടുത്തുണ്ടായിരുന്നു. അത് നിനക്ക് ഇനിയും വിടാറായില്ല അല്ലേ? അച്ഛൻ പറയുന്ന പോലത്തെ ഒരാളൊന്നും അല്ല ശ്രീനി സാർ അമ്മ. ഇപ്പൊ തന്നെ എന്തൊക്കെ കാര്യങ്ങളാ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതെന്നറിയോ? ആ ശാന്തിനഗർ കോളനിയിലെ മുഴുവൻ ആളുകൾക്കും പട്ടയം വാങ്ങിക്കൊടുത്തിരിക്കുക ശ്രീനി സാറ്. തഹസിൽദാർക്ക് കൊടുക്കാനുള്ള മുഴുവൻ പേപ്പറും എണ്ണി ഏൽപ്പിച്ചിരിക്കുക. ആ പാവങ്ങളുടെ എത്ര കാലത്ത് ആഗ്രഹം എന്നറിയോ? ഒന്നുമില്ലെങ്കിലും കിടക്കാൻ ഒരു കൂര സ്വന്തമായില്ലമ്മേ. ആ പട്ടയത്തിന്റെ കടലാസ് അടങ്ങിയ ഫയല് ശ്രീനി സാറിന്റെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങിയപ്പോ എനിക്ക് തന്നെ ഒരു അഭിമാനം തോന്നി. അമ്മ നോക്കിക്കോ, അമ്മയുടെ മകൻ ഇപ്പൊ ശരിയായ വഴിയിൽ. അത് കേട്ടാ മതി അമ്മയ്ക്ക്. നാട്ടുകാരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, നീ വഴി തെറ്റില്ലാന്ന് നീ പറയുന്ന ഉറപ്പ് മതി അമ്മയ്ക്ക്. വിക്രം, ആ പട്ടയ വിതരണത്തിന്റെ ഫ്ലക്സ് അടിക്കാൻ ശ്രീനി സാറിന്റെ നിന്റെയും ഫോട്ടോ വെച്ചുള്ള ഡിസൈൻ ഞാൻ അയച്ചിട്ടുണ്ട്. നീ നോക്കി കറക്ഷൻ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് അയച്ച. പ്രിന്റ് അടിക്കാൻ വേണ്ടിട്ടേ ആള് വന്നിട്ടുണ്ട്. എന്ത് പറ്റി ജോസഫേ? ഫോട്ടോ അയക്കാൻ പറഞ്ഞപ്പോ അവൻ വല്ല പച്ചത്തേറിയും പറഞ്ഞോ? എങ്കിലൊക്കെ ആയിരുന്നു. നോക്ക് എവിടെ? രാജേട്ടൻ കറക്ഷൻ വല്ലോണ്ട് അയക്കാനല്ലേ പറഞ്ഞത്? അതെ. അപ്പൊ ഇതാണ് കറക്ഷൻ. ഇതോ ഫ്ലെക്സിൽ ആ പെണ്ണിന്റെ കൂടി ഫോട്ടോ വയ്ക്കാൻ വിക്രം സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? സമ്മതിക്കാതെ അവരിപ്പോ ഇത് ഇങ്ങോട്ട് അയച്ചു തോന്നുന്നുണ്ടോ? എന്നാൽ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു ഫോട്ടോ അയക്കാൻ മാത്രം? ചിലപ്പോ വിക്രം ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണെങ്കിലോ? മനഃപൂർവ്വം? എന്തിന്? ഒരു ബാഗ് കാശും കൊടുത്ത് അവനെ വിലക്കെടുക്കാൻ നോക്കിയതല്ലേ? അതുകൊണ്ടാ ഫാമിലിയിലൊന്ന് നാണം കെടുത്താൻ അവൻ മനഃപൂർവ്വം ചെയ്യുന്ന രാജേട്ടാ.
അത് ശരിയാവും കേട്ടോ. ഇതിലും വലിയൊരു പണി ഇനി അവർക്ക് കൊടുക്കാനില്ലെന്ന് അവന് തോന്നി കാണും. അപ്പൊ അവൻ ആ ജഡ്ജിയുടെ വീട്ടുകാരുമായി പരസ്യമായി കോർക്കാൻ ഇറങ്ങിയിരിക്കുക. എന്താ സംശയം? അല്ലെങ്കിലും അഭിമാനത്തിന് മുറിവേറ്റ നമ്മുടെ വിക്രം വേറൊരാളാ. ശരിയാ, മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരിക്കും. ഏതായാലും അവ അയച്ചല്ലേ, നീ അവർക്ക് അയച്ചു കൊടുക്ക്. കൊണ്ടുപോയി പ്രിന്റ് അടിക്കട്ടെ. ഡബിൾ ഓക്കെ. ആ പീപ്പിൾസ് പാർട്ടിയിലെ നവദമ്പതികൾക്ക് അഭിനന്ദനങ്ങൾ. നല്ല ചേർച്ചയുണ്ടല്ലേ മോളെ? ആണോ? എന്നാലേ പോയി വീട്ടിൽ കൊണ്ട് ചില്ലിട്ട് വെക്കും. ഇത് നിനക്ക് എവിടുന്നാ കിട്ടിയേ? വഴി നീളം ഒട്ടിക്കുന്നുണ്ടമ്മേ. ഒരെണ്ണം ഞാൻ ചോദിച്ചു മേടിച്ചതാ. കണ്ടോ പത്മം, ഞാൻ പറഞ്ഞില്ലേ അവര് തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീരുവെന്ന്. എത്ര സന്തോഷത്തിലാ രണ്ടുപേരും ചേർന്നിരിക്കുന്നത് നോക്ക്. ഇതുകൂടി കണ്ട ഈ വീട്ടിൽ എന്താവൂന്ന എന്റെ പേടി. നമ്മളിനി പറഞ്ഞിട്ട് എന്താ കാര്യം? വിക്രം മനസ്സ് മാറി അവളെ സ്നേഹിക്കാൻ ആരംഭിച്ച ഈ ലോകത്ത് ആരെതിർത്താലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നല്ല നേരത്താണല്ലോ വരവ്. മോളെ വേദേ, ഇത്തിരി പൈസ കൂടി കൊടുക്ക. ഓ, അപ്പൊ ഇവിടെ മധുരം വിളമ്പി ആഘോഷാണല്ലേ? മകന്റെ മരുമകളുടെ ഫോട്ടോ ലോകം മുഴുവന് കണ്ടതിന്റെ സന്തോഷായിരിക്കും. ഫോട്ടോ? ഏത് ഫോട്ടോ? എന്താണ് കാര്യം? അയ്യോ പാവം, ഒന്നും അറിഞ്ഞില്ലല്ലേ? നീ കാര്യം പറ. ഞാനല്ല, ഇതിന് ഉത്തരം വിക്രമേണ്ണ പറയേണ്ടത്. നോക്ക്, തിരിച്ചേ നോക്കട്ടെ. പ്രോഗ്രസീവ് പീപ്പിൾസ് പാർട്ടിയിലെ നവദമ്പതികളാണത്രേ. ഇനിയിപ്പോ പാർട്ടിയുടെ സപ്പോർട്ടും കൂടെ ആയല്ലോ അല്ലേ? നീ ഇങ്ങനെ ഒന്ന് ചിലക്കാതെ. ഇതെങ്ങനെ സംഭവിച്ചു എനിക്ക് അറിയില്ല. എന്നോട് നുണ പറയരുത്. വിക്രമേട്ടൻ അറിയാതെ ഈ ഫോട്ടോ ഇതിൽ എങ്ങനെ വരാനാണെന്ന് പറ. വിക്രമ, നീ ആരോടും പറയാതെ പോയി ഒരുമിച്ച് ഫോട്ടോ ഒക്കെ എടുത്തല്ലേ? ഇതൊക്കെ എപ്പോ? എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. നീ ഇതെവിടെയാ വിക്രം? നേരെ എത്രയായി? ആരോടോ ഈ പോസ്റ്റർ ഡിസൈൻ തയ്യാറാക്കിയത്? ഇതൊന്നല്ല ചോദ്യം. കറക്ഷന് വേണ്ടി അയച്ചെന്നപ്പോ നീ തന്നെയല്ലേ വേദയുടെ ഫോട്ടോ വെച്ച് തിരിച്ചയച്ചത്. സംഗതി എന്തായാലും കളറായി. കാശ് തന്ന് നിന്നെ വിലക്കെടുക്കാൻ നോക്കിയതിന് നീ ഇങ്ങനെ ഒരു മുട്ടം പണി കൊടുക്കുമെന്ന് ജഡ്ജിയമ്മനും മക്കളും സ്വപ്നത്തിൽ പോലും വിചാരിക്കില്ല. നീ എപ്പോഴാ ഇങ്ങോട്ട് വരുന്നേ? എന്നെയാണോ?
നീ അല്ലാതെ വേറെ ആരാടി ഇവിടെ വേതാളം? ശരി വിക്രമാദിത്യ, കാര്യം പറ. നീയാണോ ആ പോസ്റ്റർ ഡിസൈൻ ചെയ്ത് അയച്ചത്? ചോദിച്ചത് കേട്ടില്ലേ? ഇനിയും അക്കാര്യത്തിൽ സംശയമുണ്ടോ? ജനങ്ങൾക്ക് പട്ടയ വിതരണം ചെയ്യുന്ന ഒരു നല്ല ചടങ്ങില് ഭർത്താവ് പങ്കെടുക്കുമ്പോ കൂടെ വേണോന്നേ ഞാൻ കരുതിയുള്ളൂ. പക്ഷേ അപ്പോഴേക്കും നിങ്ങളുടെ ആളുകൾ എന്നെ പാർട്ടിക്കാരിയാക്കി കളഞ്ഞു. പ്രോഗ്രസീവ് പാർട്ടിയിലെ നവദമ്പതികൾ എന്നൊന്നും ഞാൻ എഴുതിയതല്ല. നിന്നെ ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. ഇതിന് നീ അനുഭവിക്കും, നോക്കിക്കോ. ഹലോ, എന്താടോ ലോകം മുഴുവൻ തന്റെയും ഭാര്യയുടെയും കളർപ്പടാണല്ലോ. സാർ അത് ഞാൻ കണ്ടു. ഫ്ലക്സും പോസ്റ്റേഴ്സൊക്കെ ധാരാളം ഉണ്ടല്ലോ. സാർ ഞാനത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. ആ വേതാളം കാണിച്ച പണിയാ. വേതാളോ? അതാരാ? അത് അവള് തന്നെയാ, ആ വേദ. ജസ്റ്റിസ് ശങ്കരനാരായണന്റെ മോള്. തന്റെ ഭാര്യ എന്ന് പറയണോ? സോറി സാർ, ഞാൻ ഇന്ന് തന്നെ എല്ലാ പോസ്റ്റേഴ്സും ഫ്ലക്സും മാറ്റിക്കോളാം. സാർ അതൊക്കെ അതാത് സ്ഥാനത്ത് തന്നെ ഇരിക്കട്ടെ. ഞാനിപ്പോ വിളിച്ചത് വേറൊരു കാര്യം പറയാനാ. സാർ തിങ്കളാഴ്ച ഫംഗ്ഷന് അവളും ഉണ്ടാവണം. സാർ അത് വേണം വിക്രം. അവളുമായിട്ട് വേണം നീ പരിപാടിക്ക് വരാൻ. ശരി സാർ. ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ അതിലെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവുമെന്നറിയാലോ. ശരി. അല്ല, നാളെ അച്ഛന്റെ പിറന്നാളല്ലേ? ആണോ? അയ്യോ, ഞാനത് മറന്നുപോയി. അമ്മ എന്താ ഓർക്കാത്ത? ഓർക്കാതിരുന്നതല്ല, രാവിലെ അമ്പലത്തിൽ പോയി വഴിപാട് കഴിക്കണമെന്ന് ഞാനും അമ്മയും തീരുമാനിച്ചിട്ടുണ്ട്. അത് മാത്രം മതിയോ? അത് മതി ദീപ്തി. ഈ വീട്ടിലെ എല്ലാവരുടെയും ബർത്ത്ഡേയും പിറന്നാളും എല്ലാം കൃത്യമായിട്ട് ഓർത്തു വെച്ചിരുന്നത് വേദയായിരുന്നു. ശരിയാ, കഴിഞ്ഞ കൊല്ലം ചേച്ചിയായിരുന്നു എല്ലാത്തിനും മുന്നില്. ഇക്കൊല്ലം ആ കുറവ് നമുക്ക് നികത്തണം, അല്ലേ അച്ഛാ? പിറന്നാൾ ആഘോഷം മാത്രമാക്കണ്ട, ഈ കുടുംബത്തെ കരുവാരി തേച്ച് പോയതിന്റെ ആഘോഷം കൂടി ആവാം. എന്താ, മതിയോ? അച്ഛാ, ഞാൻ ഉദ്ദേശിച്ചത്. ആരും ഒന്നും ഉദ്ദേശിക്കണ്ട. ഈ വീട്ടിൽ ഇനി ഒരു ആഘോഷവും നടക്കാനും പോകുന്നില്ല. കഴിച്ചിട്ട് പോവും. അച്ഛനിത് എന്തു പറ്റി? വളരെ പെട്ടെന്ന് ഇമോഷണൽ ആയല്ലോ. അമ്മ പറഞ്ഞത് താനും കേട്ടതല്ലേ? അച്ഛൻ പുറമേ റഫ് ആൻഡ് ടഫാണെന്ന് ഭാവിക്കുന്നതേ ഉള്ളൂ. മനസ്സിൽ ശരിക്കും മറ്റൊരാളാ. തുറന്ന് സംസാരിച്ച പൊട്ടിപ്പോകുന്ന വിചാരം കൊണ്ടാ ഇങ്ങനെ പെരുമാറുന്നത്. എന്നാ പിന്നെ ഡൈനിങ് ടേബിളിൽ വെച്ച് ഇങ്ങനെ ഒരു സംസാരം ഒഴിവാക്കണമായിരുന്നു. അതല്ലേ വേണ്ടിയിരുന്നത്? അച്ഛൻ ഇങ്ങനെ എഴുന്നേറ്റ് പോവാൻ മാത്രം ദീപ്തി ഒന്നും പറഞ്ഞില്ലല്ലോ. എല്ലാ കൊല്ലത്തെയും പോലെ ഇത്തവണയും അച്ഛന്റെ പിറന്നാൾ ആഘോഷിക്കണമെന്നല്ലേ ആവശ്യപ്പെട്ടുള്ളൂ. അത് തനിക്ക് മനസ്സിലാവാത്തോണ്ടാ. അച്ഛന്റെ പിറന്നാളിന് എല്ലാ കൊല്ലവും ചുക്കാൻ പിടിക്കുന്നത് വേദയാണ്. എവിടെയായിരുന്നാലും അവള് പിറന്നാളിന് പറന്നെത്തുമായിരുന്നു. ഒരിക്കലൊരു പരീക്ഷാകാലത്ത് അവളോട് വരണ്ടെന്ന് അച്ഛൻ തറപ്പിച്ച് പറഞ്ഞതായിരുന്നു. പാതിരാത്രി കോളിംഗ് ബെല്ല് കേട്ട് കതക് തുറക്കുമ്പോ മെഴുകുതിരി കത്തിച്ചൊരു കേക്കുമായി അവൾ പുറത്ത് റെഡി. ഒരുപക്ഷെ അച്ഛൻ അതെല്ലാം പെട്ടെന്ന് ഓർത്ത് കാണും. അവളും അച്ഛനും തമ്മിൽ മറ്റാരും തമ്മിലില്ലാത്തൊരു ബോണ്ടിങ് ഉണ്ടായിരുന്നു. അച്ഛന്റെ സങ്കടത്തിന് കാരണം അതാവും. എന്നിട്ട് ആ അച്ഛനെ ധിക്കരിച്ചാണല്ലോ അവൾ ഒരു പരിചയമില്ലാത്ത ഒരാളുടെ വീട്ടിലേക്ക് കയറി ചെന്നത്. അച്ഛനോട് അവൾക്ക് സ്നേഹമുണ്ടെന്നതുകൊണ്ട് വിശ്വാസം ഇല്ലാതാവില്ലല്ലോ. അവൾ എന്ത് ചെയ്താലും അതിന് പിന്നൊരു ന്യായീകരണം ഉണ്ടാവും. അവളുണ്ടായിരുന്ന കാലത്ത് ഇവിടെ എന്തിനും ഏതിനും വേദയായിരുന്നു മുഖ്യം. അവള് പോയി കഴിഞ്ഞിട്ടും ആ കാര്യത്തിനൊരു മാറ്റം ഇല്ലല്ലോ ശ്രീ. എന്തേ, അതിൽ നിനക്ക് ടെൻഷനുണ്ടോ? അതെന്താ അങ്ങനെ ഒരു കുത്തുവാക്ക് പറയുന്നത്? അവൾ ഇങ്ങോട്ട് വരരുതെന്നായിരുന്നെങ്കിൽ അവളെ തിരിച്ചു കൊണ്ടുവരാനായി ഞാൻ ഇത്രയ്ക്ക് കഷ്ടപ്പെടുമായിരുന്നോ? അവള് പോയപ്പോ നാണം കെട്ടത് എന്റെ കുടുംബം കൂടിയല്ലേ. അതെന്താ ശ്രീ ഓർക്കാത്തത്? എന്തായാലും നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങളൊക്കെ നടക്കും. അവളെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള കാര്യങ്ങൾ നന്ദിനി ചെയ്തോളൂ. അരിയും പയറും ചെറുകളിയും ചേർത്ത് ഒന്നിച്ച് വേവിച്ചിരിക്കുക. ശമീകൃതാഹാരം അങ്ങനെ ഇപ്പൊ കഴിക്കണ്ട.
അവളുടെ ഒരു കുളി. ഇനി ഇതിനെ പറ്റിയുള്ള സംസാരത്തിൽ പിടിച്ചു കയറാം. ഇവിടെ നിന്ന് ഇറങ്ങണോ വേണ്ടയോ എന്ന് രണ്ടിലൊരു തീരുമാനം അവളെ കൊണ്ട് എടുപ്പിക്കണം.